മിനിമം ഒരു 7 വർഷമെങ്കിലും എടുത്തിട്ടാണ് ഒരു ഗവേഷകൻ എന്നുള്ള നിലയിലേക്ക് പരുവപ്പെട്ടു വരുന്നത്. അത് താല്പര്യം തോന്നി തുടങ്ങുന്ന കാലം മുതൽ +2 ഘട്ടം മുതൽ ആരംഭിക്കുകയാണ്. ഡിഗ്രി, PG, MPhil അല്ലെങ്കിൽ നെറ്റ് എഴുതി ചെറു തുണ്ടുകളായിട്ട് അറിവുകൾ വിൽക്കുന്ന കച്ചവടശാലകളായിട്ട് കോളേജുകൾ 2 വർഷം കൊണ്ട് അവസാനിപ്പിക്കാം, എവിടെ വെച്ചും നിർത്താവുന്ന ഒരു പ്രക്രിയയായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരു ആള് ഒരു റിസർച്ച് സ്കോളർ ആകുമോ, അങ്ങനെ ഒരു മേഖല തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണിതൊക്കെ. അപ്പൊ അത്തരത്തിൽ ആണ് നമ്മുടെ ഗവേഷണ മേഖല. പിന്നെ ഈ ഗവേഷണ മേഖല ഒന്നടങ്കം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിലൂടെ മാറ്റപ്പെടുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മളത് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പുതിയ കാലം എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂജൻ കോഴ്സുകൾ വരുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ട്, ആരുടെ താല്പര്യാർത്ഥമാണ് അത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുന്നത്? കോളേജുകൾ ഇനി വിൽപ്പനയാണ് നടക്കാൻ പോകുന്നത്. ജോൺസൺ ഭായ്, ലക്ഷ്മി ആർ ശേഖർ ഒരു പ്രക്രിയയാണ്. സമൂഹത്തിലെ എല്ലാവരും അതിന്റെ ഭാഗമാകുന്നില്ലെങ്കിലും അവര് ആ ഗവേഷണം നടത്തുന്ന അല്ലെങ്കിൽ ആ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ആളുകളെ, അതായത് ഗവേഷകരെ, ശാസ്ത്രജ്ഞന്മാരെ, അധ്യാപകരെ എല്ലാം അവര് ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ നടത്തുന്ന ആ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ അവർ സമൂഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ നടത്തുന്ന നിർണായകമായിട്ടുള്ള പങ്കിനെ വിലമതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഗവേഷകർ നടത്തുന്ന ആ പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടുന്ന അതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സമൂഹം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് കാലാകാലങ്ങളായി ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അധ്യാപകരെയും ഗവേഷകരെയും എല്ലാം തന്നെ സമൂഹം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഫിനാൻഷ്യലായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടും ലബോറട്ടറികൾ പണിയുന്നതിനായിട്ടും എല്ലാം തന്നെ ഈ സാമ്പത്തിക സഹായം, ഗ്രാന്റുകളും ഫെലോഷിപ്പുകളും എല്ലാം തന്നെ അങ്ങനെ നൽകുന്നത് ഈ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാന്റുകളും ഫെലോഷിപ്പുകളും എല്ലാം തന്നെ സർക്കാരുകൾ, മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത് മുടക്കം വരുത്തുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. ഗവേഷകർ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള ഗവേഷണ സ്കീമുകളുണ്ട്, ഫെലോഷിപ്പ് സ്കീമുകളുണ്ട്. അത് ഈ ഗ്രാന്റ്സ് ആയാലും JRF ആയാലും അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പുകളായി ആയാലും KSCST, അങ്ങനെ നിരവധിയായിട്ടുള്ള ഫെലോഷിപ്പ് സ്കീമുകളുണ്ട്. ഈ സ്കീമുകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത, അതായത് ഫെലോഷിപ്പുകൾ സ്വീകരിക്കാത്ത ഗവേഷകരും യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അജിത്തും ലക്ഷ്മിയും ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗവേഷക കാലത്തേക്ക് തിരിച്ചുപോയി, മനസ്സുകൊണ്ട് തിരിച്ചുപോയി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ പ്രശ്നങ്ങൾ നിങ്ങളിപ്പോഴും എന്ന് തീരും ഈ പ്രശ്നങ്ങൾ? കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന, ഞങ്ങൾ ഏതൊക്കെ പ്രശ്നങ്ങളെയാണോ നേരിട്ടത് അതേ പ്രശ്നങ്ങൾ കുറെ കൂടെ രൂക്ഷമായി ഇന്നും ഉള്ളതായിട്ട് കാണുന്നു. ഒരു ഗവേഷണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം, അവസ്ഥ കൂടുതൽ രൂക്ഷമായി. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം കുറെ കൂടെ ഈ ഗവേഷകർ കുറെ കൂടെ അയവുള്ള നിയമങ്ങളുള്ള സ്ഥലമായിരുന്നു എന്ന് പറയണം. അപ്പൊ ഉദാഹരണത്തിന് സമയത്തിന് ഫെലോഷിപ്പ് വന്നില്ലെങ്കിൽ സീരിയസിന്റെ ഫണ്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് സ്റ്റുഡൻസിന് പണം അഡ്വാൻസ് ചെയ്യുകയും അവർക്ക് ഫെലോഷിപ്പ് വരുമ്പോൾ അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിക്കും മാസം ആദ്യം പൈസ കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഓരോ വിദ്യാർത്ഥിയുടെയും അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ പണം വരുള്ളൂ എന്നൊരു നിയമം വന്നതോടെ അത് നടപ്പാക്കാൻ പറ്റാതെയായി.
കാരണം തിരിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. പലപ്പോഴും ബുദ്ധിമുട്ട് കാരണം 1-2 വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മൾ അങ്ങനെ ഇൻഫോർമലായിട്ട് ചെയ്താൽ പോലും തിരിച്ചടയ്ക്കുന്ന കാര്യം വരുമ്പോൾ പല കടകൾ അപ്പോഴേക്കും അക്യുമുലേറ്റ് ചെയ്ത് വരും. പഴയ പോലെ എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു പ്രായോഗിക തലത്തിൽ. അപ്പൊ അതുകൊണ്ട് അയവുകൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും ആ അയവുകളെ എല്ലാം പഴുതടച്ച രീതിയിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഗവേഷണത്തെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ജ്ഞാനത്തെ ശത്രുപക്ഷത്ത് നിർത്തുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ത്യയിൽ ഇന്ന് എവിടെയും, ഒരിടത്തുനിന്നല്ല. ഇതിപ്പം ഏതെങ്കിലും ഒരു ഭരണാധികാരി മാത്രം അങ്ങനെ ചെയ്യുന്നു എന്നിപ്പോ പറയാൻ നിവർത്തിയില്ല. ഇന്ത്യയിലെ മിക്ക ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ജ്ഞാനം ശത്രുപക്ഷത്താണ് എന്ന് നേരിട്ടോ അല്ലാതെയോ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഈ പറയുന്ന പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജ്ഞാനാധിഷ്ഠിതമായ ഭരണം പോലും അനാവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സെൻസസ് 2021 സെൻസസ് ഉണ്ടായിട്ടില്ല. സെൻസസ് ഇല്ലാതെ ഒരു ലിബറൽ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലിബറൽ ജനാധിപത്യം ഇല്ല എന്ന് തന്നെ വിചാരിക്കാനേ നിവർത്തിയുള്ളൂ. കാരണം ലിബറൽ ജനാധിപത്യം തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും അടിസ്ഥാനപരമായിട്ട് വിഭവ വിതരണം എങ്ങനെ ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ജനസംഖ്യയെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. വിശ്വാസ്യമായ വിവരങ്ങൾ, അനാവശ്യമായ ഭരണമാണ് എവിടെയും, ഒരു സംസ്ഥാനത്തിലെന്നല്ല, മിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജ്ഞാന നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്നവരും ജ്ഞാന നിർമ്മാണത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നവരുമെല്ലാം സംവിധാനത്തിന്റെ ശത്രുസ്ഥാനത്ത് അറിഞ്ഞോ അറിയാതെയോ വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാസ്തവം. അതുകൊണ്ടാണ് 1990കളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിലേറെ രൂക്ഷമായി ഇന്നും നമ്മൾ കാണുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തും UGC അന്ന് UGC ഫെലോഷിപ്സ് വളരെ കുറവാണ്. ഞാൻ UGCയുടെ 2ാമത്തെ പരീക്ഷയിൽ ഫെലോഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ. അന്ന് ഹിസ്റ്ററി, ചരിത്ര വിഷയത്തിന് ആകെ 70 ഫെലോഷിപ്പാണ് ഇന്ത്യ മുഴുവനുള്ളത്. ആ ഫെലോഷിപ്പ് പോലും വർഷത്തിൽ ഒരിക്കലാണ് MG യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് തന്നിരുന്നത്. അത് തന്നെയും ഞങ്ങൾ ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരുടെ കയ്യിലൂടെ കടന്നു വരുമ്പം, ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്തെ ഉദ്യോഗസ്ഥ പ്രമാണി പലതരത്തിലുള്ള കള്ള ബില്ലുകളൊക്കെ എഴുതി ലീവ് സംബന്ധിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ നമ്മളെ അറിയിക്കാതെ ഈ പറയുന്ന പോലെ ധാരാളം പണം ഞങ്ങളിൽ എല്ലാവരിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇതുപോലെ അതേപോലെ അപ്പൊ അത് മാത്രമല്ല, ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്തോ വേറെ ജോലി ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നതാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കിടയിലും വളരെ റാമ്പന്റ് ആണ്. അതായത് നമുക്ക് സമയത്തിന് പണം തരുന്നത് അനാവശ്യമാണെന്നുള്ള മട്ടിൽ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റി MGUവിലെ PhD സെക്ഷനിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സെക്ഷൻ ഓഫീസർ ഒന്നാമത് അയാൾ പറയും, ഞാൻ 5-6 MA എടുത്തിട്ടുണ്ട്, എനിക്ക് ഫിലോസഫിയിൽ MA ഉണ്ട്, എനിക്ക് സോഷ്യോളജിയിൽ MA ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്നോട് എന്തിനാ ഈ പറയുന്നതെന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിച്ചു. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അധമ ബോധമുണ്ട്. അതും ഒരു കാര്യം. മറുവശത്ത് വീട്ടിലെങ്ങനെ ഇരുന്നാ പോരെ, ഒരു കൊച്ചൊക്കെ ആയില്ലേ, 2 പിള്ളേരൊക്കെ ആയില്ലേ, ഇനി അങ്ങ് വീട്ടിലിരുന്നാ പോരെ എന്നുള്ള എന്നെ പ്രത്യേകിച്ച്. കാരണം എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്. ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്. സബ്മിറ്റ് ചെയ്യാറാവുമ്പോൾ ഞാൻ നിറവയറുമായിട്ടാണ് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അങ്ങനെയുള്ള 2 പിള്ളേരൊക്കെ ആയില്ലേ, ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിലെങ്ങനെ ഇരുന്നൂടെ എന്നുള്ള ആ ഒരു നിരന്തരമായ ഒരു സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ളത്. ജോലിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അന്നും ഇന്നും. അന്നാണെങ്കിലും നിങ്ങൾ അധികാരികളുടെ കക്ഷത്തിലും പോക്കറ്റിലും ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി, PhD കഴിഞ്ഞ ഉടനെ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് നിയമനം വരും. ഞാൻ ഇതിന്റെ ഉള്ളുകളി നല്ലപോലെ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ കേരളത്തിലെ പ്രമുഖരായ ഇന്ന് വിദ്യാഭ്യാസ ബ്യൂറോക്രാറ്റ്സ് ആയിട്ടിരിക്കുന്നവര്, വലിയ വിദ്യാഭ്യാസ രംഗത്ത് സ്വാധീനമുള്ളവര്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ സ്വാധീനമുള്ളവര് പരസ്പരം ചർച്ച ചെയ്യുന്ന ആർക്ക് ജോലി കൊടുക്കണം എന്നുള്ളത്.
അപ്പൊ അന്ന് ഞാൻ വളരെ ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചു. എനിക്കറിയാം MGUവിൽ എനിക്കറിയാം മരിച്ചുപോയ ഒരു അധ്യാപകന്റെ ഭാര്യ സെക്ഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അവർക്ക് ഒരു അക്കാഡമിക് പോസ്റ്റ് ഡൈയിങ് ഇൻ ഹാർനസ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതെനിക്ക് വളരെ അത്ഭുതം തോന്നിയതുകൊണ്ട് ഞാൻ അന്ന് MGUവിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലെ അധ്യാപകരോട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചതിന്റെ പേരിൽ നീ ശത്രുപക്ഷത്ത് ആവുകയും ചെയ്തു. കാരണം ഒരു അക്കാഡമിക് പോസ്റ്റ് ഡൈയിങ് ഇൻ ഹാർനസ് ആയിട്ട് എങ്ങനെയാണ് കൊടുക്കുക? അത് മാത്രമല്ല, അവർക്കാണെങ്കിൽ ഒരു PhD ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, അവർക്കൊരു ജസ്റ്റ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്നത്തെ മന്ത്രിമാർ MA ബേബിയുടെ സുഹൃത്ത് MA ബേബിയോട് എന്ന് പറഞ്ഞ കാര്യം നടക്കും. ഇടതുപക്ഷത്തിന്റെ പോക്കറ്റിലിരിക്കുന്നയാളെ എന്ത് വേണം. ആ നെപ്പോട്ടിസത്തിന്റെ സംസ്കാരം ഇന്നും വളരെ വളരെ ശക്തമാണ്. അപ്പൊ നിങ്ങളെ PhD എന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി, പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി, അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ വളരെ സന്തോഷം, അവർക്ക് എന്തും ആകാം എന്നുള്ള അവസ്ഥയാണ്. ഇതിന്റെ ഏറ്റവും വലിയ സങ്കടം നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസറിന്റെ 1-2 പേരുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവിന് പോയി കണ്ണുനീരോടെ മടങ്ങി വരുന്ന അവസ്ഥയാണ്. അത്ര യൂസ്ലെസ് ആയിട്ടുള്ള, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെക്കാളും വിവരം ഉണ്ടാവും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചരിത്രത്തെ കുറിച്ച് ഈ പറഞ്ഞ ആളെക്കാളും ബോധ്യമുണ്ട്. പക്ഷെ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തില്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ കക്ഷി റോഡിലിറങ്ങുമെന്ന് പേടിച്ചിട്ടാണ് അയാളെ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ അയാൾ അസോസിയേറ്റ് പ്രൊഫസർ എന്തോ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം ഇപ്പം ഒരു കാര്യം സംഭവിച്ചെന്താന്ന് വെച്ചാൽ 90കളുടെ തുടക്കത്തിലൊന്നും അക്കാദമിക് ജോലികൾ വളരെ ആകർഷകമായിരുന്നില്ല. പഠിപ്പിക്കാൻ അത്രയും താല്പര്യവും ഈ പറഞ്ഞ പോലെ സാഹിത്യത്തിനോടോ നിങ്ങൾ ഏത് വിഷയമാണോ പഠിക്കുന്നത് അതിനോട് അതിയായ ആഗ്രഹവും പിന്നെ വീട്ടിലൊക്കെ സാമാന്യം സ്ഥിതിയും ഒക്കെ ഉള്ളവർ, അതായത് ഒരുപാട് സമ്പാദിച്ച് ഒന്നും കൂട്ടല്ലാത്ത ആൾക്കാര് ആണ്, കൂട്ടണ്ടെന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് അക്കാഡമിക്സിലേക്ക് തിരിഞ്ഞിരുന്നത്. കാരണം ശമ്പളമൊക്കെ വളരെ ചെറുതായിരുന്നു. പക്ഷേ UGC ശമ്പളങ്ങൾ വന്നതോടുകൂടി ഇത് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വളരെ ആവശ്യമായി, അതായത് രാഷ്ട്രീയ കക്ഷികൾക്ക് പലരെയും കൂടെ ചേർത്ത് നിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ട് ഇത് മാറി. അതോടുകൂടി ഈ ഗവേഷണ രംഗത്ത് ഗൗരവമായിട്ട് എടുക്കുന്നവരെ എല്ലാവരെയും വളരെ തുച്ഛമായ രീതിയിൽ തുച്ഛിക്കാൻ, വളരെ അവർ വെറും തുച്ഛമാണെന്നുള്ള മട്ടിൽ അവരോട് പെരുമാറാനുള്ള ആ ഒരു സാഹചര്യം കേരളത്തിൽ ഒരുങ്ങുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്.